ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഫ്യൂച്ചർ ഡോക്ടേഴ്സ് വിളിക്കുമ്പോൾ ഇപ്പോൾ കുറേ പേര് എന്നോട് പറയുന്നുണ്ട്, ഫ്യൂച്ചർ ഡോക്ടേഴ്സിന് വിളിക്കേണ്ട മിസ്സേ, ഞങ്ങൾക്ക് പ്രതീക്ഷയൊക്കെ പോയി, ഞങ്ങളിപ്പോൾ ഹോപ്പ്ലെസ് ആണ്, ഭയങ്കര ടഫായിരുന്നു എക്സാം എന്നൊക്കെ പറയുന്നുണ്ട്. സി, ഈ ഡോക്ടർ ആവാന്നുള്ളത് നിങ്ങൾക്ക് ഈ ജസ്റ്റ് നീറ്റ് എക്സാം എഴുതുന്നതിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നതോ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് വന്ന ഒരു ഫീലിംഗ് അല്ലല്ലോ. ലൈക്ക് ഇഫ് യു റിയലി 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 പാഷനേറ്റ് അബൌട്ട് ബിക്കമിങ് എ ഡോക്ടർ, ഈ ഒരു പ്രൊഫഷനിൽ കയറണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉള്ള ഒരു ഡ്രീം ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാം ടഫായി പോയി എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം നിങ്ങളുടെ ആ ഡ്രീം ഇല്ലാണ്ടാവുമോ? ആ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തായിത്തീരണം എന്നുള്ള നിങ്ങളുടെ ഗോള് അത്രയ്ക്കും ചെറുതാണോ? അത്രയ്ക്കും സില്ലി ആയിട്ടാണോ നിങ്ങൾ ആ ഡ്രീമിനെ കാണുന്നത്? അതുകൊണ്ട് എന്നോട് ഫ്യൂച്ചർ ഡോക്ടർ എന്ന് വിളിക്കേണ്ടെന്ന് പറയണ്ട. ബിക്കോസ് എന്നെ കാണുന്ന ഓരോ കുട്ടിയും എന്താണെങ്കിലും അവർ ഒരു ദിവസം, ഇഫ് നോട്ട് ടുഡേ ടുമോറോ, അവരുടെ ഡ്രീമിൽ എത്തിച്ചേരും എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വിളിക്കുന്നത്. ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ദാറ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങൾ ഒരുപാട് പേരുടെ മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 650+ ഒക്കെ കിട്ടിയിട്ടും അത് വേണ്ട, എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം, അടുത്ത വർഷം ഞാൻ എന്താണെങ്കിലും 700+ എത്തും എന്നുള്ളത് കൊണ്ട് 680 690 അങ്ങനെയൊക്കെ കിട്ടിയിട്ടും റിപ്പീറ്റ് ചെയ്ത കുട്ടികളുണ്ട്. സോ നമ്പർ ഓഫ് ക്വാളിറ്റി റിപ്പീറ്റേഴ്സ്, ഒരുപാട് നല്ല മാർക്കുള്ള റിപ്പീറ്റേഴ്സ് ഉള്ള ഒരു വർഷം കൂടി ആയിരുന്നു ഇത്, അല്ലേ? പക്ഷെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ ലെവൽ, യു നോ റൈറ്റ്, ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ഈ ലെവലിലുള്ള ഒരു പേപ്പറേ അല്ലായിരുന്നു അത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ സ്കോർ ചെയ്യാനും എളുപ്പമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ല ഹൈ മാർക്ക് കിട്ടി. കറക്റ്റ്. നിങ്ങൾ ആ ലോജിക്കിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ലോജിക്കലി തിങ്കിങ്, നീറ്റ് ഇസ് ഗെറ്റിംഗ് ബാക്ക് ഓൺ ട്രാക്ക്. നീറ്റ് എക്സാം ഇതിനു മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. അതായത് 2020 മുമ്പുള്ള സമയങ്ങളിൽ, ഒരു 2016 15 ആ ഒരു വർഷങ്ങളിലൊക്കെ നല്ല ഡിഫിക്കൽട്ടി ലെവലുള്ള പേപ്പർ ആയിരുന്നു, നല്ല ലെങ്തി പേപ്പേഴ്സ് ആയിരുന്നു. നീറ്റിന് നല്ല ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് എല്ലാ സബ്ജക്റ്റിലും. ആ വർഷങ്ങൾ മുതലാണ് എല്ലാ വർഷവും അവർ ഓരോ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ലൈക്ക് അസേർഷൻ റീസൺ, പല ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ലെങ്തി ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ നമുക്ക് വന്നുകൊണ്ടിരുന്നത് ആ വർഷങ്ങളിലാണ്. പിന്നെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുറച്ച് റിലാക്സേഷൻ ഒക്കെ വന്നു. കാരണം കുറെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസരമുണ്ടായി. അപ്പം അതൊന്ന് നോർമലൈസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം ആണെങ്കിൽ കുറെ പ്രശ്നങ്ങൾ നടന്നു. കുറെ NTA-ക്കെതിരെ കുറെ ആരോപണങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ എക്സാമിന്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ശരിക്കും റൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെ? കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നീറ്റ് ഈസ് ഗെറ്റിംഗ് ബാക്ക് ഓൺ ട്രാക്ക്. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ എന്താണ്, ഞാൻ എഴുതുന്ന വർഷം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ ഈ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതാൻ തീരുമാനിച്ച വർഷം തന്നെ ഇങ്ങനെയൊക്കെ വേണമായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഡിമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പക്ഷേ വി ഹാവ് ടു ആക്സെപ്റ്റ് ദ റിയാലിറ്റി. കറക്റ്റ്. ഇപ്പം നിങ്ങൾ 2-3 ദിവസമൊക്കെ അന്നൊക്കെ നിങ്ങൾ ഇരുന്ന് നല്ലപോലെ കരഞ്ഞിട്ടുണ്ടാകും. 2-3 ദിവസം ഭയങ്കര ഡെസ്പായിരിക്കും. കുറേ പേര് പറയണ മിസ്സേ, ഞാൻ മാർക്ക് പോലും നോക്കുന്നില്ല, ഞാൻ ആൻസർ കീ പോലും നോക്കുന്നില്ല, കാരണം അത്രയ്ക്ക് പോരായിരുന്നു എൻ്റെ പെർഫോമൻസ്. യെസ്, പക്ഷേ മൈ ചിൽഡ്രൻ, നമുക്ക് ലൈഫിൽ മുമ്പോട്ട് പോകണമെങ്കിൽ, ഓക്കെ, വൺ വേ ഓർ ദി അതർ വി ഹാവ് ടു ആക്സെപ്റ്റ് ദ റിയാലിറ്റി. അങ്ങനെ ആയി. എക്സാം ടഫായിരുന്നു. നിങ്ങൾക്ക് മാത്രമല്ല ടഫ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും, അയ്യോ എനിക്കായിരിക്കും ഇങ്ങനെ, ഞാൻ എന്താ എഴുതി വെച്ചിട്ട് വന്നിരിക്കുന്നത്, എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ച് ഇറങ്ങി വന്നത്. പക്ഷെ അങ്ങനെ അല്ലാന്ന് നമുക്ക് മനസ്സിലായില്ലേ. നമ്മൾ വീട്ടിലെത്തി വീഡിയോസും ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നീറ്റിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നു നിങ്ങൾ എഴുതിയത്. കറക്റ്റ്. അപ്പോൾ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ദാറ്റ് അത്രയെങ്കിലും നിങ്ങൾ എത്തിയല്ലോ, അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലേ. ഓക്കെ, അത് അവിടെ ലീവ് ചെയ്യുക. ഫൈൻ. ഓക്കെ, ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ. സോ ഇതുവരെ കഴിഞ്ഞതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം ഞാൻ ജെന്യുവൻ ആയിട്ടൊരു റിയാലിറ്റി ചെക്ക് ഞാൻ ചെയ്യട്ടെ. ശരിക്കും നിങ്ങൾക്ക് ഡോക്ടർ ആവണം? ശരിക്കും നിങ്ങൾക്ക് വേണോ? അതായത് ഈ ഒരു സമയത്തെ ഫ്രസ്ട്രേഷൻ കൊണ്ട്, ഈ ഒരു സമയത്തെ ആ ഒരു ഡിപ്രസ്ഡ് മൂഡ് കൊണ്ട് നിങ്ങൾ പറയുന്നതാണോ എനിക്ക് വേണ്ട, എനിക്ക് പറ്റില്ല, എനിക്കിനി ഇതിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നതാണോ? അതോ ശരിക്കും നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? കാരണം നിങ്ങൾ ഇപ്പോഴത്തെ സ്ട്രെസ് വെച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്ത് ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ ഏതെങ്കിലും കോഴ്സിൽ ചേർന്നു എന്ന് വിചാരിക്കുക. 2 മാസം, ട്രസ്റ്റ് മീ വെൻ ഐ സേ ദിസ്, ഐ ക്യാൻ റൈറ്റ് ആൻഡ് ടെൽ യു, 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ സ്ഥലത്തും ബാക്കി ഫ്രണ്ട്സും ഇവരും ഒക്കെ വീണ്ടും നീറ്റിന് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നു, NTA ആയിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതെല്ലാം കൂടി കേൾക്കും. നിങ്ങൾ എവിടെയെങ്കിലും പോയി പൈസയൊക്കെ കൊടുത്ത് ഏതെങ്കിലും കോഴ്സിനും ചേർന്നിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് തന്നെ ഒരു ഇതാണ്, വേണ്ടായിരുന്നു, പെട്ടെന്ന് വന്ന് ചേരണ്ടായിരുന്നു, ഒരു വർഷം കൂടി നോക്കായിരുന്നു, ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യായിരുന്നു, ഇത് പറ്റും, നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമൊന്നും അല്ല, പറ്റും എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. പിന്നെ നിങ്ങൾ ഇരുന്ന് ഈ മെസ്സേജ് അയക്കലാണ്, മിസ്സേ ഞാൻ ഈ കോളേജിൽ ചേർന്നു പോയി മിസ്സേ, ഞാൻ ഈ കോഴ്സ് എൻ്റെ വീട്ടുകാർ പറഞ്ഞു മിസ്സേ എന്നോട് ഇതിൽ ചേരാൻ, ഞാൻ ഇങ്ങോട്ട് പോകുന്നു മിസ്സേ, ഇനി എനിക്ക് പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ട്, അപ്പം ഞാൻ ഈ കോഴ്സിൻ്റെ കൂടെ ചെയ്യട്ടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സോ പ്ലീസ് ഡോണ്ട് പുട്ട് യുവർ സെൽഫ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. നോ,
ഇഫ് യു ആർ ഡിറ്റർമൈൻഡ് ഞാനൊരു ഡോക്ടർ ആകും, എനിക്ക് MBBS ആണ് വേണ്ടത്, പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റൊരു കോഴ്സിലേക്ക് പോയി നിങ്ങളുടെ പേരൻസിന്റെ പൈസയും നിങ്ങളുടെ സമയവും നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള നിങ്ങളുടെ ബ്രെയിൻലെസ് സ്റ്റോറേജും ഒക്കെ തീർക്കുന്നത്? ഓക്കെ, സോ പ്ലീസ് ചിൽഡ്രൻ, പ്ലീസ് ഡോണ്ട് ഡിസൈഡ് എനിത്തിങ് നൗ. ഓടിച്ചാടി ഈ സമയത്ത് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകാനും ആസിൻ നിങ്ങളെ പല കോഴ്സുകളിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളോട് പറയാനും ഒക്കെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ ചുറ്റിനും ഉണ്ടാകും. ഓക്കെ, പക്ഷെ ജെന്യുവൻ ആയിട്ട് ഞാനൊരു കാര്യം പറയണം, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, ബിക്കോസ് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ സമയാസമയം വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവണം, നിങ്ങൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി എന്തായിരിക്കണം, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു യു, പ്ലീസ് ഡോണ്ട് ഡിസൈഡ് എനിത്തിങ് റൈറ്റ് നൗ. പ്ലീസ് ഗിവ് യുവർ സെൽഫ് ടൈം. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ഭയങ്കരമായ ഒരു ഫെയിലിയർ മൂഡിലാണ് ഇരിക്കുന്നത്. ഞാനൊരു ഫെയിലിയർ ആണ്, പിന്നെ വീട്ടുകാരാണെങ്കിലും അത്യാവശ്യം നല്ല പ്രഷർ നിങ്ങൾക്ക് തരുന്നുണ്ടാകും. പേരൻസിനുള്ള മെസ്സേജ് ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്, പേരൻസ് അതൊന്ന് കേട്ട് നോക്കുക. മക്കൾക്ക് ഇത്രയും സ്ട്രെസ് കൊടുക്കാണ്ടിരിക്കുക ഈ സമയത്ത്. എന്നിട്ട് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുക, ശരിക്കും ഇതാണോ നിങ്ങളുടെ ഡ്രീം, ഈ ഒരു പ്രൊഫഷൻ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ദ മാജിക്കൽ ഹാൻഡ്സ് ഓഫ് എ ഡോക്ടർ അതാണോ നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളത് ടേക്കപ്പ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഡോണ്ട് ഗിവ് അപ്പ്. പ്ലീസ് ടേക്ക് ടൈം, ടേക്ക് എ കോൾ. പല ഓപ്ഷൻസും നമ്മൾക്കുണ്ട്. നിങ്ങളുടെ പേരിന് മുമ്പ് ഡോക്ടർ എന്നുള്ള പ്രിഫിക്സ് വരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരുപാട് വഴികളുണ്ട്. നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടി. ഫിസിക്സ് നല്ല ടഫായിരുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കെമിസ്ട്രിയിലും അതേപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്ക് 3 മണിക്കൂർ കൊണ്ട് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പേപ്പർ ആയിരുന്നു അത്. എനി പേഴ്സൺ വുഡ് നോ ദാറ്റ്. അപ്പോൾ യു ആർ നോട്ട് ദി ഓൺലി വൺ ഗോയിങ് ത്രൂ ദിസ്. ഓരോ കുട്ടിയും നന്നായി പഠിച്ച് എഴുതിയവരും ആവറേജ് ആയി പഠിച്ച് എഴുതിയവരും ഒട്ടും പഠിക്കാതെ എഴുതിയവരും, എവ്രി വൺ ഇസ് ഗോയിങ് ത്രൂ ദ സെയിം തിങ്. യു ആർ നോട്ട് അലോൺ ഇൻ ദിസ്. ആൻഡ് എല്ലാവരും ഇപ്പോൾ ഒരു ഡൈലമയിലാണ്. നിങ്ങളിപ്പോൾ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോഴും ആൾക്കാരെ വിളിക്കുമ്പോഴും എല്ലാവരും ഇത് തന്നെയായിരിക്കും പറയുന്നത്, നോബഡി ഈസ് ഏബിൾ ടു ടേക്ക് എ കോൾ, എന്താ ചെയ്യേണ്ടേ. സോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഡിസ്കഷൻസ് നടത്താണ്ടിരിക്കുക. ഓക്കെ, പിന്നെ ഈ സൈലം ഹാസ് ഓൾവേസ് ബീൻ വിത്ത് യു, റൈറ്റ്? എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പഠിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോമിസ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. സൈലം ഇനി നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മളുടെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എക്സാമുകൾ ആയിക്കോട്ടെ, സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എവ്രിതിങ് ഈസ് ഗോയിങ് ടു ബി ആസ് പെർ ദ ചേഞ്ചിങ് നീഡ് പാറ്റേൺ ഓർ നീഡ് ഡിഫിക്കൽട്ടി ലെവൽ. ആ മോഡ് ഓഫ് ക്വസ്റ്റ്യൻസും ആ ലെവൽ ഓഫ് തിയറിയും ഇനി ഏത് രീതിയിൽ നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിക്കും നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതികൾ വരെ നമ്മൾ മാറ്റി നിങ്ങളിലേക്ക് എത്തിക്കും. കാരണം നമ്മളുടെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ മാറുകയാണ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാറുകയാണ്. അതനുസരിച്ച് മക്കളെ ഏത് രീതിയിൽ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് സൈലം, യു ആർ വെൽക്കം. ബിക്കോസ് സൈലത്തിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നിങ്ങൾ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് പഠിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഇതൊരു ടഫ് എക്സാം എന്നാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിൽ കൊണ്ടിട്ട് ഇല്ലാത്ത പ്രശ്നം കൂടി നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഹൈബ്രിഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, 1 ഡേ ഓൺലൈൻ 1 ഡേ ഓഫ്ലൈൻ ആണ്. എല്ലാ സൗകര്യങ്ങളും യൂസ് ചെയ്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. But you take a call, because I'm not forcing anything on you, my future doctor. Take time and decide. പക്ഷേ നമ്മളുടെ സിലബസ് മാറിയാലും അല്ലെങ്കിൽ ഇനി NTA മറ്റു മാറ്റങ്ങൾ വരുത്തിയാലും ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എത്ര കൂടിയാലും, മുമ്പും ഞങ്ങൾ പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ലെവൽ, ആവറേജ്, ബിലോ ആവറേജ്, എങ്ങനെ വരുന്ന കുട്ടിയാണെങ്കിലും നിങ്ങളെ ബേസിക്സ് മുതൽ പഠിപ്പിച്ച് സിലബസ് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ നീറ്റ് എക്സാം ഹാളിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടും. എന്നിൽ നിന്ന് നിങ്ങൾ ഇനി എന്തെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒക്കെ അറിയിക്കുക. ഐ വിൽ ട്രൈ ടു കം ആൻഡ് സ്പീക്ക് ടു യു. ഓക്കെ, യെസ്, ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ, മൈ ഫ്യൂച്ചർ ഡോക്ടർ. താങ്ക് യു.